റെയ്ഡ് നടക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ പേരിലാണ്. അപ്പോൾ ഇവർ ഈ ആരോപിക്കുന്നത് പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ, ഇവരെ നാട്ടുകാർക്ക് അതല്ലേ പണി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ എക്സാലോജിക്കിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഏത് നാട്ടുകാർക്കാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? പറയുന്ന പണിയില്ലാത്തത് എന്ന് തന്നെ പറയും. നിങ്ങൾ തോപ്പിച്ചല്ലോ ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ കുത്തിയിരിപ്പല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് പണി? മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് ഇപ്പൊ ഭയം തോന്നുന്നുണ്ട്. അതെന്താ, മടിക്കാനം ഉണ്ടോ? ഇപ്പോ നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങിയതിൽ പിന്നെ ഒറ്റ കള്ളപ്പണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ശരിയല്ല. കള്ളപ്പണക്കാരെ അങ്ങ് അടിച്ചിടുവാണ്, അവരെല്ലാം അങ്ങ് പിടിക്കുവാണ്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അധികാരം കയ്യിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ മാസപ്പടി പറ്റുന്നവനായാലും നരേന്ദ്രമോദിയുടെ സർക്കാരോ അന്വേഷണ ഏജൻസികളോ എന്തിന് ഹൈക്കോടതി പോലും വെറുതെ വിടുന്നില്ല. അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. ഞാൻ വീണ്ടും ചോദിക്കുവാണ്, മടിയിൽ കനമുണ്ടോ? ഈ പറയുന്ന അധികാരമാറ്റം, പോലീസ് ഇടുന്ന FIR, ഈ സംഗതികളൊക്കെ വരുന്നത് വരെ ഹൈക്കോടതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചത്. എന്തുകൊണ്ട്? ഇതിനെയാണ് നമ്മൾ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്, പ്രിവിലേജ്. സാധാരണ ജനങ്ങൾക്ക് ഇല്ലാത്ത പ്രിവിലേജ് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്രയധികം നീട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മടിയിൽ കനവില്ലാഞ്ഞിട്ടാണോ? ഹൈക്കോടതി ഉത്തരവ് വന്നത് ഭരണമാറ്റത്തിന് ശേഷമാണ്. അപ്പോൾ ആരാണ് ഹൈക്കോടതിയെ ഇത്രയും നാളും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്? അത് മോദിയാണോ? അത് സതീശനാണോ? ഇതിന് ഉത്തരം ഈ കുത്തിയിരിക്കണവർ പറയണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാനൊരു ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഫിനാൻഷ്യലി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എല്ലാ സാധാരണക്കാരെയും പോലെ തന്നെ പോക്കറ്റ് കീറിയ അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ആകെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ആ ഒരു വരുമാനമാണ്. കാരണം ഞാനിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല, ഇതെന്റെ ജോലിയാണ്. സാമൂഹികമായിട്ടും അതുപോലെ പേഴ്സണൽ ആയിട്ടുമുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിന്റെ പിറകിൽ തയ്യാറാകാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് എന്റെ ജോലി, ഇവിടെ നിന്നാണ് എനിക്ക് വരുമാനമുള്ളത്. ഒരുപാട് കമ്മികളുടെയും സുഡാപ്പികളുടെയും ഒക്കെ ശല്യം കാരണം റിപ്പോർട്ട് അടിച്ച് എനിക്ക് വരുമാനമില്ലാത്ത രീതിയിലാണ് എന്റെ ചാനൽ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കാമോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമന്റിലേക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ദീർഘിപ്പിച്ചു പോകല്ലോ, നമുക്ക് വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. അപ്പൊ കമന്റുകൾ നോക്കുക. സാധിക്കുന്ന എല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ അവസരത്തിൽ വലിയ ഉപകാരമായിരിക്കും. ഇനി അതിന് പറ്റാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡാണ്. ഇത് ഭയങ്കര കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ, ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിക്ക് വയ്യ. ഞാനൊരു വീഡിയോ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോ. പ്രതിഷേധിക്കുക നാട്ടാരെ എന്നും പറഞ്ഞുകൊണ്ട് ആ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് CPM-ലെ പ്രമുഖ നേതാക്കൾ എല്ലാവരുമാണ്. അതിനകത്ത് ശിവൻകുട്ടിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് പഴയ MLA ഉണ്ട്. അങ്ങനെ ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യാതെ തോൽപ്പിച്ച എല്ലാ നേതാക്കളും അവിടെ ഹാജരായിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറയും, ജനങ്ങൾ വോട്ട് ചെയ്യാതെ CPM-ന് ചരിത്രത്തിൽ തന്നെ നാണം കെട്ട ഒരു തോൽവി എന്ന് വിശേഷിപ്പിക്കാവുന്ന 40 സീറ്റ് പോലും തികച്ചു കിട്ടാത്തൊരു തോൽവി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് അവർക്ക് കിട്ടിയ അവസരങ്ങളാണ് ഇതെല്ലാം. ഇന്നലെ നമ്മൾ കണ്ടു SFI-കാരുടെ വലിയ താണ്ഡവം. ഈ 10 വർഷം ഇവർക്ക് ഒന്നിനും സമരം ചെയ്യണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു, ഒരു ജനങ്ങളുടെ കാര്യത്തിനും അവർക്ക് ഇടപെടണ്ടായിരുന്നു. ഇനി ഭരണമില്ല, ജനങ്ങൾ തോൽപ്പിച്ചു എന്നായപ്പോൾ ദാ തെരുവിലിറങ്ങി. രണ്ടാമത്തേത് നോക്കുക, ED റെയ്ഡിനെതിരെ പിണറായി വിജയനെതിരെ കള്ളക്കേസാണ്, ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് കള്ളക്കേസാണോ? എന്തിന്റെ പേരിലാണ് റെയ്ഡ് നടക്കുന്നത്? റെയ്ഡ് നടക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ പേരിലാണ്. അപ്പോൾ ഇവർ ഈ ആരോപിക്കുന്നത് പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ, ഇവരെ നാട്ടുകാർക്ക് അതല്ലേ പണി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ എക്സാലോജിക്കിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഏത് നാട്ടുകാർക്കാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? അല്ല, ഈ പറയുന്ന ഈ കുത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം അതിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ടാകണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കുക. ഇതേ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് മടിയിൽ കനമില്ലാത്ത എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഈ കേസ് വന്നപ്പോൾ എത്രയെത്ര നടപടികൾ ഭയം കൊണ്ട് മാത്രം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ കുത്തിയിരിപ്പിന് കുറച്ച് പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ED-യുടെ അന്വേഷണം നടത്താനേ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസുമായി പോയ വ്യക്തികളാണ് ഇവരെല്ലാം. ഇവര് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ED ഇവർക്ക് സമൻസ് അയച്ചപ്പോഴത്തേക്ക് ഒരു FIR രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. FIR എന്തുകൊണ്ടാണ് രജിസ്റ്റർ ആകാതിരുന്നത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. FIR രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടു, അനധികൃതമായിട്ട് ഇവർക്ക് സമൻസ് അയച്ചു, ED അന്വേഷണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു
അങ്ങനെ പറ്റില്ല. എഫ്ഐആർ ഇല്ലെങ്കിലും അന്വേഷിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ പൂർണ്ണമായ അവകാശം ഇഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇഡി ഇതിനെ മാന്യമായി അന്വേഷിക്കും. അന്വേഷിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണ ഏജൻസിനെ അത് ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ചോദ്യം ഇപ്പോഴും അതാണ്, നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഇപ്പൊ അവിടെ കുത്തിയിരിക്കുന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം മുമ്പ് നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ്? അല്ല, ഇത് മറ്റേ MS ഓഫീസ് ചെയ്ത് കൊടുത്തതിന് കറുത്ത കൊടുത്ത പൈസയാണെന്നേ വീണയ്ക്ക്, അല്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം ചെയ്യാത്ത സേവനത്തിനാണ് ഈ പൈസ പറ്റിയത് എന്നാണ്. അത് വളരെ കൃത്യമായി ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് CMRL ഉദ്യോഗസ്ഥരാണ്. ഈ പറയുന്ന ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ അത് ശരിയാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അത് കൂടാതെ ഈ പറയുന്ന പണത്തിന് ആദായ നികുതി വകുപ്പിലേക്ക് കൊണ്ടുപോയി ഇവർ ടാക്സ് അടച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 2 കോടി രൂപ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ വീണ വിജയൻ അതിന് ഇൻകം ടാക്സ് അടച്ചിരിക്കുന്നു എന്നതാണ്. ആദായ നികുതി വകുപ്പിന്റെ ആ ഒരു പേപ്പറും കൂടി ഇതിന് എവിഡൻസ് ആണ്. എന്ത് സേവനം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പൈസ കൈപ്പറ്റിയത്? ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് എന്നോട് ചോദിക്കില്ലേ? നിങ്ങളോട് ചോദിക്കില്ലേ? നിങ്ങളൊരു 10 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ ഇടുവാണ്, എന്നിട്ട് പാൻ കാർഡ് വെച്ചിട്ട് അതിന്റെ ടാക്സ് പിടിക്കുവാണെങ്കിൽ ചോദിക്കില്ലേ വാട്ട് ഇസ് ദ സോഴ്സ്? ഇത് എവിടെ നിന്നാണ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയത് ചോദിക്കില്ലേ? അത് ചോദിക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ ഫാസിസമാവുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദിക്ക് എതിരെയാവുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പണിയില്ലാത്തത് എന്ന് തന്നെ പറയും. നിങ്ങൾ തോപ്പിച്ചല്ലോ ജനങ്ങൾക്ക് നിങ്ങളെ വേണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ കുത്തിയിരിപ്പല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് പണി? അങ്ങനെ പണിയില്ലാത്ത നിങ്ങൾ അവിടെ വന്ന് കുത്തിയിരുന്നു പ്രതിഷേധിക്കുക. നാട്ടുകാർക്ക് എന്തിന്റെ വേദനയാണ് സാറേ ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ? അല്ല, മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന് ഇപ്പൊ ഭയം തോന്നുന്നുണ്ട്. അതെന്താ, മടി കനം ഉണ്ടോ ഇപ്പോ? അടുത്തൊരു മുദ്രാവാക്യം കേട്ടു നോക്കാം. ഹലോ, നരേന്ദ്രമോദിയുടെ ഭരണം, ആ ഭരണം ശരിയല്ല. സത്യമാണ്, വളരെ സത്യമാണ്. നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങിയതിൽ പിന്നെ ഒറ്റ കള്ളപ്പണക്കാരനും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ശരിയല്ല. കള്ളപ്പണക്കാരെ അങ്ങ് അടിച്ചിടുവാണ്, അവരെല്ലാം അങ്ങ് പിടിക്കുവാണ്. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അധികാരം കയ്യിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ മാസപ്പടി പറ്റുന്നവനായാലും നരേന്ദ്രമോദിയുടെ സർക്കാരോ അന്വേഷണ ഏജൻസികളോ എന്തിന് ഹൈക്കോടതി പോലും വെറുതെ വിടുന്നില്ല. അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. ഞാൻ വീണ്ടും ചോദിക്കുവാണ്, മടിയിൽ കനമുണ്ടോ? ഇപ്പൊ ഇവര് പറയുന്നത് പിണറായി വിജയൻ ഇറങ്ങിയതിനു ശേഷം സതീശൻ പ്രതികാരം ചെയ്യുന്നു, അതുപോലെ തന്നെ മോദി പ്രതികാരം ചെയ്യുന്നു. അല്ലാതെ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മരുമകൻ ഇവരൊക്കെ നിഷ്കളങ്കരായ വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് പ്രതികാരം ചെയ്യുന്നത്. അതായത് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അത്രയും നിഷ്കളങ്കർ. എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയധികം വൈകിയത്? മുൻപേ, അതായത് നമുക്കറിയാമല്ലോ, ഈ CMRL മാസപ്പടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ എത്രയായി? ഏകദേശം വർഷങ്ങളായി. എന്തുകൊണ്ട് ഇങ്ങനെ വീട് കയറിയുള്ള ഒരു റെയ്ഡ് വരെ കാര്യങ്ങൾ എത്തിയില്ല? അതിനെപ്പറ്റി ഞാൻ എയിൽ നിന്ന് പറഞ്ഞുതരാം. സംസ്ഥാന പോലീസ് കേസ് എടുത്തില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇഡിക്ക് അന്വേഷിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പോലീസ് FIR അടിസ്ഥാനമായി വേണമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ സംസ്ഥാന വിജിലൻസോ പോലീസോ ഈ മാസപ്പടി വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ല. ഇത് അന്വേഷണം തുടക്കത്തിൽ പതുക്കെയാക്കി. മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രി എന്ന ഒരു പദവിയും കൂടി വഹിച്ചിരുന്നിട്ട് ഈ പിണറായി വിജയൻ കേരള പോലീസിനെ ഏതൊക്കെ തരത്തിലാണ് ദുരുപയോഗം ചെയ്തെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10 വർഷം ഇവിടെ കേരള പോലീസ് ഓൺ ഡ്യൂട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിക്കനുസരിച്ച് മാത്രം ഉപയോഗിക്കാനായിട്ടാണ് അദ്ദേഹം പോലീസിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വിജിലൻസ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ പോക്കറ്റിലായതുകൊണ്ട് CMRL വിഷയത്തിൽ ഒരു FIR ഇടാൻ പോലും അവർ തയ്യാറാകാൻ ഇദ്ദേഹം സമ്മതിച്ചതുമില്ല. ഇത് അധികാര ദുർവിനിയോഗമല്ലേ സാറേ? ഈ കുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിന് മറുപടി പറയണ്ടേ? ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. കോടതിയിലെ സ്റ്റേയും സാങ്കേതിക തടസ്സങ്ങളും. ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ച് ഇഡി നടപടികൾ തടയണമെന്നും സമൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജികൾ നൽകി. കോടതിയിൽ ഈ കേസ് നിലനിന്നിരുന്നതിനാലാണ് ഇത്രയും കാലം ഇഡിക്ക് ശക്തമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത്. അതായത് ഇവര് ഈ കേസ് തടയണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് വളരെ ഇവിടെ മൗലിക അവകാശത്തിനൊക്കെ ഭയങ്കര ലംഘനമാണ്. അതുകൊണ്ട് ഇഡി അന്വേഷിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ FIR ഇല്ലല്ലോ. FIR ഇവരാണല്ലോ ഇടേണ്ടത്, അതുകൊണ്ട് ഇവരിട്ടില്ല. FIR ഇല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവര് കൊടുത്ത കേസ് ഇത്രയും നാൾ വൈകിച്ചു. എന്തുകൊണ്ടായിരിക്കും വൈകിച്ചത്? ഈ പറയുന്ന മോദി സുപ്രീം കോടതിയെ അങ്ങ് കക്ഷത്തിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാർ കോടതിയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ ഇതിന് മറുപടി പറയണം. ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് നീണ്ടു പോകുന്നത്? അങ്ങ് സുപ്രീം കോടതിയിൽ വരെ പിണറായി വിജയന് പിടിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കേസ് നീട്ടി കൊണ്ടുപോയി എവിടം വരെ? അതും കൂടിയായി പറയും. രാഷ്ട്രീയ മാറ്റം. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ മാറി പുതിയ സർക്കാർ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ അടിയന്തര സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡി നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്.
കേട്ടല്ലോ, ഹൈക്കോടതി ഉത്തരവ് വന്നത് ഭരണമാറ്റത്തിന് ശേഷമാണ്. അപ്പോൾ ആരാണ് ഹൈക്കോടതിയെ ഇത്രയും നാളും പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്? അത് മോദിയാണോ? അത് സതീശനാണോ? ഇതിന് ഉത്തരം ഈ കുത്തിയിരിക്കണവർ പറയണം. ജനങ്ങളെ നിങ്ങൾ ചോദിക്കണം. നാട്ടുകാരെ പ്രതിഷേധിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ കട്ടതിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിയായിരുന്നോ നിങ്ങൾ പ്രതിഷേധിക്കാനായിട്ട്? ഇവരിങ്ങനെ കുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇത്രയും നാളും ആരാണ് കോടതിയിൽ വരെ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് നിർത്തിവെച്ചിരുന്നത്? അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് നിർത്തിവെച്ചിരുന്നത്. അധികാരം കയ്യിൽ നിന്ന് പോയതോടുകൂടി ഈ അധികാരത്തിൽ 10 വർഷം ഇരുന്നപ്പോൾ ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെ പലിശ മേടിക്കുകയാണ് എന്നതല്ലേ യാഥാർത്ഥ്യം? ഈ ഒരു കാര്യം കൂടി വായിക്കാം. ഹൈക്കോടതിയുടെ പച്ചക്കൊടി. ഒടുവിൽ ഈ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കി ഇഡിക്ക് സ്വതന്ത്രമായി അന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതോടെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കം റെയ്ഡും ചോദ്യം ചെയ്യലും ഉണ്ടായത്. എങ്ങനെ ഈ പറയുന്ന അധികാരമാറ്റം, പോലീസ് ഇടുന്ന FIR, ഈ സംഗതികളൊക്കെ വരുന്നത് വരെ ഹൈക്കോടതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചത്. എന്തുകൊണ്ട്? ഇതിനെയാണ് നമ്മൾ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്, പ്രിവിലേജ്. സാധാരണ ജനങ്ങൾക്ക് ഇല്ലാത്ത പ്രിവിലേജ് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്രയധികം നീട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മടിയിൽ കനവില്ലാഞ്ഞിട്ടാണോ? കനവില്ലാത്തവർ എന്തിനാണ് പേടിക്കുന്നത്? കനവുണ്ട്, തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പേടിക്കുന്നത്. ഇപ്പൊ ഈ കണ്ട ആൾക്കാരെ മുഴുവനും തെരുവിൽ ഇറക്കി നിർത്തി ഈ നാടകം കളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഒരു ഇരയാണെന്നും ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രിയും അതുപോലെ മോദിയും ഒക്കെ നിങ്ങളെ അങ്ങ് വേട്ടയാടുകയാണെന്നും ഈ പറയുന്ന സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദ്യം. മടിയിൽ കനവില്ലാഞ്ഞിട്ടാണോ? അവസാനമായി പറയുന്നത് കണ്ടോളൂ. ചുരുക്കത്തിൽ അധികാര സ്വാധീനം ഉപയോഗിച്ച് സംസ്ഥാന തലത്തിലുള്ള അന്വേഷണങ്ങൾ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും കേന്ദ്ര ഏജൻസിയായ EDയുടെ നീക്കങ്ങളെ ഹൈക്കോടതിയുടെ നിയമപരമായ അനുമതിയോടെയാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ? അധികാര സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അതങ്ങോട്ട് പോയതോടുകൂടി, അധികാരം പോയതോടുകൂടി നിയമപരമായി ED റെയ്ഡ് നടത്തുകയാണ് 12 ഇടങ്ങളിൽ ഒരേ സമയം. ഇത് ED പിണറായി വിജയനോട് മാത്രം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് മുൻപ് CJ റോയ് ആത്മഹത്യ ചെയ്ത ആ ഒരു കേസ് എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ED റെയ്ഡ് നടത്തുന്നത് ഒരേ സമയം ഈ പറയുന്ന ഇടങ്ങളിലെല്ലാമാണ്. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് സാധനങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ രേഖകൾ മാറ്റാനോ ഒക്കെയുള്ള സാവകാശം കൊടുക്കാതിരിക്കുക എന്നൊരു കാര്യത്തിന്റെ പേരിലാണ് പടാന്നും പറഞ്ഞുകൊണ്ട് റെയ്ഡ് നടത്തുന്നത്. അപ്പൊ ഇതൊക്കെയും മോദി ചെയ്യുന്നതാണോ സതീശൻ ചെയ്യുന്നതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ വീട്ടിലേക്കൊന്നും ED വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? എന്റെ കയ്യിൽ കള്ളപ്പണം ഇല്ല. ഇനിയിപ്പോ എന്റെ അടുത്ത് കള്ളപ്പണം ഉണ്ട്, നിന്റെ കള്ളപ്പണം പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറ്റിക്കാൻ വിളിച്ചാൽ പോലും എനിക്ക് പറയാൻ പറ്റും കള്ളപ്പണമോ, നല്ല പണമില്ല, പിന്നല്ലയോ കള്ളപ്പണം എന്ന് പറയാൻ പറ്റും. അപ്പോ മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടി വരും. മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ കനം ഉണ്ടായിട്ടല്ലേ ഈ പണിയില്ലാത്തവരെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് മുൻപിൽ നിരത്തിയിട്ട് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് തെളിവ്? ഇവരെ റെയ്ഡ് ചെയ്തോളൂ, ED അന്വേഷിച്ചോളൂ എന്ന് ഹൈക്കോടതി പറയാനുള്ള തെളിവ് എന്താണ്? ഈ കേസിന്റെ അടിസ്ഥാനം തന്നെ ആദായ നികുതി വകുപ്പ് മുൻപ് CMRL ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കരിമണൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ ഡയറിയും ഡിജിറ്റൽ രേഖകളുമാണ്. ആ രേഖകളിൽ വീണ വിജയന് നൽകാത്ത സേവനങ്ങൾക്കാണ് പണം നൽകിയതെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഇത് മോദിയാണോ CMRLന്റെ ഡയറിയിൽ കൊണ്ടുപോയി ഇങ്ങനെ എഴുതി വെച്ചത്? സതീശനാണോ? ആണെന്നാണോ ഇവര് പറയുന്നത്? ഹൈക്കോടതി ഉത്തരവിന്മേൽ കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നേരിടുമ്പോൾ മമത കരഞ്ഞതുപോലെ, നോർത്ത് ഇന്ത്യയിൽ പല നേതാക്കളും കരഞ്ഞതുപോലെ ഇവിടെയും ഒരു കരച്ചിൽ. അതല്ലാതെ വേറെ എന്ത് അടിസ്ഥാനമാണ് നിങ്ങൾ ഈ കുത്തിയിരിക്കുന്നതിലുള്ളത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ്, ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ല. പണിയില്ലെന്നുള്ള സത്യമല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പോലും ഇവരെ ഒന്നും ഉൾപ്പെടുത്തിയില്ല. ജോൺ ബ്രിട്ടാസിന് എന്താ പണി? നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും വരുമ്പോൾ അവിടെ ചെന്ന് കിക്കി വിളിച്ചിട്ട് ഒരു വാർത്ത ഉണ്ടാക്കുക, അല്ലാതെ വേറെ എന്താ പണി? നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലെന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ നേതാവിന്റെ മകള് ആ അധികാരം ഉപയോഗിച്ച് ചെയ്ത ഒരു കള്ളത്തരം വിളിപ്പിക്കാൻ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ED അന്വേഷണത്തിന് നിങ്ങൾ എന്തിനു ഭയക്കണം? ഇത് ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്. ഈ പറയുന്ന ഇവരുടെ കുത്തിയിരിപ്പിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം. ഒരു റെയ്ഡിനെ ഇങ്ങനെ ഭയക്കേണ്ടതുണ്ടോ? സാമ്പത്തിക തിരിമറികളോ അനുബന്ധ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടില്ലെങ്കിൽ എന്തിനു ഭയക്കണം? റെയ്ഡ് നടത്തുന്നതിനോട് എന്തിനിത്ര പ്രതിഷേധം? ED അവരുടെ നിയമാനുസൃത നടപടികൾ പൂർത്തീകരിച്ച് തിരിച്ചു പോകുമല്ലോ. റെയ്ഡ് കഴിഞ്ഞാൽ അതിന്റെ രേഖകൾ ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നൽകുകയും ചെയ്യും. ഇപ്പോഴുള്ള പ്രതിഷേധങ്ങൾ കാണുമ്പോൾ സമൂഹത്തിന് മുന്നിൽ നിങ്ങളൊക്കെ കൂടുതൽ പരിഹാസ്യരാവുകയാണ്. അനാവശ്യമാണ് ഇപ്പോഴത്തെ വിഷയത്തിൽ ഈ പ്രതിഷേധം എന്ന് തോന്നുന്നു. അപ്പോൾ തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പൊതുസമൂഹത്തിൽ തെളിയിക്കേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. പിന്നെ നമ്മുടെ നിയമത്തിൽ രാഷ്ട്രീയ മത നേതാക്കൾക്കും സാമ്പത്തിക ഭീമന്മാർക്കും പ്രത്യേക പരിരക്ഷയൊന്നും നൽകിയിട്ടില്ല. സമൂഹത്തിലെ എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. കേട്ടല്ലോ, ഇതൊരു സാധാരണക്കാരന്റെ കമന്റാണ്. ഇത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും, ഈ കുത്തിയിരിക്കുന്ന തലമുതിർന്ന എല്ലാത്തിനോടും പറയാനുള്ളത്. നിങ്ങൾ 10 വർഷം കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന എല്ലാ പൊതുമുതലും ഈ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നശിപ്പിക്കും. നിങ്ങൾ ഇത്രയും നാളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അണുവിട ആ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല. എന്തിന്റെ പേരിലാണ് ജനങ്ങൾ ഇനിയും നിങ്ങളെ വിശ്വസിക്കേണ്ടത്? എന്തിന്റെ പേരിലാണ് പ്രതിഷേധിക്കൂ ജനങ്ങളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ വരേണ്ടത്? എന്തിനാണ് ഒരു സേവനവും നൽകാതെ CMRL നിന്നും ഫണ്ട് വെച്ചത്? ഇതിന് ഒരു ഉത്തരം നൽകാനായിട്ട് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തന് ആംബിയർ ഉണ്ടോ? ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ.
ഏതെങ്കിലും ഒരുത്തന് ഇന്ന കാര്യത്തിനാണ് ഈ സേവനം നടത്തിയത് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനാണ് CMR നിന്നും വീണ വിജയൻ പൈസ പറ്റിയത് എന്ന് പറയാനായിട്ടുള്ള ഒരു തെളിവുണ്ടോ? ന്യായീകരണ ക്യാപ്സൂളിന്റെ കാര്യമല്ല ചോദിച്ചത്, അതൊന്നും ഇപ്പം ഏക്കുകയല്ല. മുമ്പ് വന്നായിരുന്നല്ലോ MS ഓഫീസിന്റെ പേരിൽ MS ഓഫീസ് റെഡിയാക്കി കൊടുത്തതിനാണ് 2 കോടി വാങ്ങിച്ചതെന്ന് പറഞ്ഞോട്ട്. ഇനി അത് ഏക്കില്ല. റെലവന്റ് ആയ എന്തെങ്കിലും ന്യായം നിങ്ങൾക്ക് ജനങ്ങളോടെങ്കിലും പറയാനുണ്ടോ? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ പേക്കൂത്ത് കാണിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ പൊറോട്ട നാടകം കാണിക്കുന്നത്? കള്ളക്കേസുകൾ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഞങ്ങളും കണ്ടു. ഈ 10 വർഷത്തിന്റെ ഉള്ളിൽ പോലീസിനെ കയ്യിൽ വെച്ചുകൊണ്ട് എത്ര കള്ളക്കേസുകൾ നിങ്ങൾ എടുത്തു എന്നുള്ളത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒട്ടിച്ച് കൈ തന്നത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനിയും നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. ബംഗാളിലെ പോലെ കേരളത്തിലും ജനങ്ങളുടെ കൈകൊണ്ട് അടികൊണ്ടോടിയാൽ മാത്രമേ നിങ്ങളൊക്കെ പാഠം പഠിക്കൂ. ശരിയല്ലേ? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.